Okay, next chapter is penicillins. Penicillins അഥവാ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് എന്ന കാറ്റഗറി ഓഫ് ഡ്രഗിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ബീറ്റ ലാക്ടം റിംഗ് ഉള്ള കെമിക്കൽ സ്ട്രക്ചറിൽ ബീറ്റ ലാക്ടം റിംഗ് ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ റിംഗില് ബീറ്റ ലാക്ടം ഉള്ളവരെയാണ് നമ്മൾ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് എക്സാമ്പിൾ ആണ് പെനിസിലിൻ, സെഫലോസ്പോറിൻ, മോണോബാക്ടം, കാർബാപ്പിനും. പെനിസിലിൻ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്ത ഒരു ആന്റിബയോട്ടിക്സിന്റെ എക്സാമ്പിളും കൂടിയാണ് പെനിസിലിൻ. ഓക്കെ, സോ പെനിസിലിൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പെനിസിലിയം നോട്ടേറ്റം ആൻഡ് പെനിസിലിയം ക്രൈസോജീനം. ഓക്കെ, രണ്ടിടത്തു നിന്നാണ് നമുക്ക് പെനിസിലിൻസ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ പെൻസിലിൻ എന്താന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ബീറ്റ ലാക്ടം എന്താന്ന് മനസ്സിലാക്കുക. അവരുടെ കെമിക്കൽ സ്ട്രക്ചറില് ബീറ്റ ലാക്ടം റിംഗ് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? പെനിസിലിൻ, സെഫലോസ്പോറിൻസ്, മോണോബാക്ടം, കാർബാപ്പിനും. ഏറ്റവും ആദ്യം പെനിസിലിൻ നോക്കാം. പെനിസിലിൻസ് ആർ ദ ഫസ്റ്റ് ആന്റിബയോട്ടിക്സ് ഡിറൈവ്ഡ്. രണ്ട് മേജർ സോഴ്സ് ആണ് ഉള്ളത്. ഒന്ന് പെനിസിലിയം നോട്ടേറ്റം. പെനിസിലിയം നോട്ടേറ്റം. രണ്ട് പെനിസിലിയം ക്രൈസോജീനം. ഓക്കെ, ക്രൈസോജീനം. സോ പെനിസിലിയം നോട്ടേറ്റം ആൻഡ് പെനിസിലിയം ക്രൈസോജീനം, ഇതാണ് മേജർ രണ്ട് സോഴ്സ്. ബേസിക് സ്ട്രക്ചർ ഓഫ് പെനിസിലിൻ കൺസിസ്റ്റ് ഓഫ് തയസോളിഡീൻ റിംഗ് ഫ്യൂസ്ഡ് വിത്ത് ബീറ്റ ലാക്ടം റിംഗ്. സോ പെനിസിലിനകത്ത് തയസോളിനിഡീൻ, സോ തയസോളിഡീൻ റിംഗ് പ്ലസ് ബീറ്റ ലാക്ടം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെനിസിലിൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദീസ് ടു റിംഗ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 6 പെനിസിലിയായിക് ആസിഡ്. ഓക്കെ, സോ ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് റിംഗിനകത്ത് 6 അമിനോ അല്ലെങ്കിൽ 6 APA ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദിസ് there is a side chain which is attached to 6 APA nucleus. Okay, so this 6 APA ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് നമ്മൾ 6 APA ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടൊരു സൈഡ് ചെയിനും ഉണ്ടാകും. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പെനിസിലിൻസ് ആണ് ബെൻസൈൽ പെൻസിലിൻ. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിൻ ആണ് ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ പെനിസിലിൻ. ഏതാണ്? ജി. ഓക്കെ, ബെൻസൈൽ പെൻസിലിൻ ആണ് പെൻസിലിൻ ജി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ പെനിസിലിൻ എന്ന് വിളിക്കുന്നത് ഈ ബെൻസൈൽ പെൻസിലിനെയാണ്. സോ ഇതൊരു കോളമിട്ട് തന്നെ പഠിക്കുക. ബെൻസൈൽ പെൻസിലിൻ, also called as natural penicillin, also called as penicillin G. Okay, next is mechanism. Penicillin bind to penicillin binding protein on the cell membrane. This penicillin binding proteins consist of transpeptidase enzyme. Okay, this binding inhibit cross-linking of peptidoglycans. So the two peptidoglycans are N-acetyl glucosamine, N-acetyl uramic acid. Okay, so പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനോട് സെൽ മെംബ്രൈനിലുള്ള പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനോട് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ദേ കണ്ടെയ്ൻ ട്രാൻസ്പെപ്റ്റിഡൈസ് എൻസൈം. ഈ ട്രാൻസ്പെപ്റ്റിഡൈസ് എൻസൈം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കാൻസ് തമ്മിൽ ക്രോസ് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ തടയും. അതായത് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈനും N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡും കൂടിയായിരിക്കും കമ്പൈൻ ചെയ്തത്. ആരൊക്കെയാണ്? N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. ഇവർ ഒരുമിച്ച് എങ്ങനെ ഇരിക്കുന്നത് മനസ്സിലായോ? സോ ഈ കമ്പൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ക്രോസ് ലിങ്കിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെൻസിലിന്റെ ഫങ്ഷൻ.
ഓക്കെ, സോ ഈ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദേ കണ്ടെയ്ൻ പെപ്റ്റിഡേസ് എൻസൈം. എന്ത് എൻസൈം? ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, സോ ഈ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം നമുക്ക് കിട്ടുന്ന എന്താണ്? സെൽ വാൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആയിരിക്കും നമുക്ക് കിട്ടുക. യു വിൽ ഗെറ്റ് എ സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ പെൻസിലിൻ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണ്? ബാക്ടീരിസിഡൽ ഇഫക്റ്റ് ആയിരിക്കും പെൻസിലിൻ നമുക്ക് തരുന്നത്. സോ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. പെൻസിലിൻ ഗോ ആൻഡ് ബൈൻഡ് വിത്ത് ദ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ്. ദിസ് വിൽ ഇൻഹിബിറ്റ് ദ ക്രോസ് ലിങ്കിങ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻസ് സോ ദാറ്റ് സെൽ വാൾ ഡെഫിഷ്യന്റ് ആയിരിക്കും, ബാക്ടീരിസിഡൽ ഇഫക്റ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് പെനിസിലിൻ റെസിസ്റ്റൻസ്. The most common mechanism of penicillin resistance is due to the enzyme beta lactamase. അപ്പം മോസ്റ്റ് കോമൺ മെക്കാനിസം ഓഫ് പെനിസിലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ്? ബീറ്റ ലാക്ടമേസ് എൻസൈംസ് അല്ലെങ്കിൽ പെനിസിലിനേസ് എൻസൈം ആണ്. ഓക്കെ, റെസിസ്റ്റന്റ് ഓർഗാനിസംസ് എന്ത് ചെയ്യും? അവർ ബീറ്റ ലാക്ടമേസ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. റെസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ബീറ്റ ലാക്ടം റിങ്ങിനെ ഡീഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഹൈഡ്രോളൈസ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് വിൽ പ്രൊഡ്യൂസ് റെസിസ്റ്റൻസ്. The most common mechanism of penicillin is due to the presence of beta lactamase enzyme. Okay, so beta lactamase enzyme, this resistant organism beta lactamase ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ പെനിസിലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈഡ്രോളൈസ് ചെയ്യുന്നു, ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതർ മെക്കാനിസം ഓൾട്ടേർഡ് ഈ പ്രോട്ടീൻ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഇവരിൽ ഓൾട്രേഷൻസ് വരുത്താം. അങ്ങനെ പെൻസിലിനുമായിട്ടുള്ള ഈ റെസപ്റ്ററിന്റെ അഫിനിറ്റി കുറയ്ക്കാം, അല്ലെങ്കിൽ സൈറ്റ് ഓഫ് ആക്ഷനിലേക്കുള്ള പെനിട്രേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പെൻസിലിൻ ഈസ് ഹാവിങ് എ നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്. പെൻസിലിൻ എന്താണ്? ഒരു നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നിരുന്നു. നാരോ സ്പെക്ട്രത്തിന്റെ എക്സാമ്പിളിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? പെനിസിലിൻ. ദെൻ ഒന്ന് എക്സാമ്പിൾസ് പറഞ്ഞേ. നാരോ സ്പെക്ട്രം ആൻഡ് ബ്രോഡ് സ്പെക്ട്രം. ഞാൻ പറഞ്ഞു നാരോ സ്പെക്ട്രത്തിനകത്ത് ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞു. പെനിസിലിൻ, എരിത്രോമൈസിൻ, ലിൻഗോമൈസിൻ, വാൻകോമൈസിൻ, നോവോബയോസിനൊക്കെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ആണ്. സ്ട്രെപ്റ്റോമൈസിൻ, കനാമൈസിൻ, ദെൻ പെരമോമൈസിൻ, ഫമിഗോമൈസിൻ ഒക്കെ എന്താണ്? ഓൾ ദീസ് ആർ ഗ്രാം നെഗറ്റീവ്. ഓക്കെ, സോ നമുക്ക് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ്, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിനെ പറ്റി ഒരു ബേസിക് ഐഡിയ എന്തായാലും നമുക്ക് വേണം. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു പെൻസിലിൻ റെസിസ്റ്റൻസ് എന്താന്ന് വരെ നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനി രണ്ട് രീതിയിൽ പെൻസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം. എന്തൊക്കെയാണ്?
പ്രോട്ടീൻ ബൈൻഡിങ് സൈറ്റിനോടുള്ള ഒരു അഫെക്ഷൻ, ഒരു അഫിനിറ്റി കുറയ്ക്കാം. അതേപോലെ സൈറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള പെൻസിലിന്റെ എബിലിറ്റിനെ നമുക്ക് കുറയ്ക്കാം. ദെൻ പെൻസിലിൻ ഒരു ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനോട് മാത്രം ഇഫക്ട് ചെയ്യുന്ന ഒരു നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാം പോസിറ്റീവ്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനോടായിരിക്കും കൂടുതലായിട്ട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹൈലി സെൻസിറ്റീവ് ആണ് ഏതൊക്കെ? ഗോണോകോക്കൈ, ന്യൂമോകോക്കൈ, മെനിഞ്ചോകോക്കൈ, നമ്മുടെ ട്രിപ്പോണിമ പല്ലിടം, ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ ഹൈലി സെൻസിറ്റീവ്. നെക്സ്റ്റ് ഈസ് മോഡറേറ്റ്ലി സെൻസിറ്റീവ്. മോഡറേറ്റ്ലി സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പെൻസിലിൻ കൊടുത്താൽ അവിടെ ഒരു ഇഫക്റ്റ് ഉണ്ടാകും, പക്ഷെ എത്ര ഇന്റൻസിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഹൈലി ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഓക്കെ, okay. So next is absorption, fate, and excretion of antimicrobial activity. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ പെൻസിലിൻ കൊടുക്കുന്നത്. ഹൈലി സെൻസിറ്റീവ് ഏതൊക്കെയാണ്? ഗോണോകോക്കൈ, ന്യൂമോകോക്കൈ, മെനിഞ്ചോകോക്കൈ, ട്രിപ്പോണിമ പല്ലിഡ. ദെൻ മോഡറേറ്റ്ലി സെൻസിറ്റീവ് ഫോർ ബാസിലസ് ആന്ത്രാസിസ്, കോർണി ബാക്ടീരിയം, ഡിഫ്തീരിയ, ക്ലോസ്ട്രീഡിയ, വെൽച്ചി. ദെൻ അബ്സോർപ്ഷൻ, ഫെയ്ത്ത് ആൻഡ് എക്സ്ക്രീഷൻ പറയുകയാണെങ്കിൽ ഓറൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബെൻസൈൽ പെൻസിലിൻ ഗെറ്റ് ഇനാക്ടിവേറ്റഡ് ബൈ ഗാസ്ട്രിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ ഓറലി ഡ്രഗ് കൊടുക്കുമ്പോൾ ബെൻസൈൽ പെൻസിലിൻ ഗാസ്ട്രിക് ആസിഡ് ഇനാക്ടിവേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ബെൻസൈൽ പെൻസിലിൻ എന്താണ്? പെനിസിലിൻ ജി, ഓൾസോ കോൾഡ് ആസ് നാച്ചുറൽ പെൻസിലിൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇറ്റ് ഈസ് റാപ്പിഡ്ലി അബ്സോർബ്ഡ് ആഫ്റ്റർ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ. സോ റാപ്പിഡ്ലി അബ്സോർബ്ഡ് ആഫ്റ്റർ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ. ഫുഡ് കൊടുക്കുന്ന സമയം ചിലപ്പോൾ അത് ഫുഡുമായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 60% bound to plasma proteins. It is distributed in kidney, liver, plasma and intestine. നോർമലി CSF ലേക്ക് പോകാറില്ല, പക്ഷെ മെനിഞ്ചിയൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉള്ള കേസിൽ അത് എന്ത് ചെയ്യാറുണ്ട്? ഹൈ കോൺസെൻട്രേഷൻസ് നമ്മൾ CSF എത്താൻ വേണ്ടി കൊടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ ബൈ ട്യൂബുലർ സെക്രീഷനിൽ കൂടെയാണ് യൂഷ്വലി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്.
ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ആൻഡ് ഡോസ്. സോ നമുക്ക് പെൻസിലിൻ ജി എന്ന് പറയുന്നത് എന്താണ്? ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ പെൻസിലിൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഏജന്റ് ഏതാണ്? ഓൾ ദീസ് ആർ കോൾഡ് ആസ് പെനിസിലിൻ ജി. ഓക്കെ, സോ പെനിസിലിൻ ജി എന്നാണ് നമ്മൾ പൊതുവെ അതിനെ അറിയപ്പെടുന്നത്. Penicillin G, it is also called as benzyl penicillin, crystalline penicillin 20 to 20 million units ആയിട്ട് IMO അല്ലെങ്കിൽ IV ആയിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് റെപ്പോസിറ്ററി പെൻസിൽ അല്ലെങ്കിൽ ഡീപോട്ട് പെൻസിൽ എന്ന് പറയും. ഡീപോട്ട് പെൻസിലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെൻസൈൽ പെൻസിലിൻ വിച്ച് വാസ് റാപ്പിഡ്ലി എലിമിനേറ്റ്. നമ്മൾ പറഞ്ഞു IVO അല്ലെങ്കിൽ IMO ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡ്രഗ് നമുക്ക് കൊടുക്കാം. പക്ഷെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താ പറയാ, ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then so it has to be administered frequently for an interval of 4 to 6 hours. നമ്മൾ എന്ത് ചെയ്യണം? 4 to 6 hours നമ്മളിത് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദിസ് അഡ്വാൻറ്റേജ് ഓഫ് ഒരു 4 to 6 hours-ന്റെ ഉള്ളിൽ ഇത് നമുക്ക് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് ഡീപ് പോട്ട് പ്രിപ്പറേഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, so they act by slowly releasing the penicillin and thus prolonging the effect. Okay, so നമുക്ക് ആ ഒരു റിപ്പോസിറ്ററി പ്രിപ്പറേഷൻസ് ആണ് പ്രൊക്കൈൻ പെൻസിലിൻ, ഫോർട്ടിഫൈഡ് ബെൻസൈൽ പെൻസിലിൻ, ബെൻസാതൈൻ പെൻസിലിൻ, പെനിസിലിൻ വിത്ത് പ്രൊബൻസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പ്രൊക്കൈൻ ബെൻസൈൽ പെൻസിലിൻ ഉണ്ട്, ഫോർട്ടിഫൈഡ് ബെൻസൈൽ പെൻസിലിൻ ഉണ്ട്. ഫോർട്ടിഫൈഡിന്റെ പ്രത്യേകത എന്താ? പ്രൊക്കൈൻ ബെൻസൈൽ പെൻസിലിനും ബെൻസൈൽ പെൻസിലിനും കൂടെ ചേരുന്ന ഫോർട്ടിഫൈഡ്. ബെൻസാതൈൻ എന്താ? ഡൈ ബെൻസൈൽ ഈതൈൽ ഇനി ഡൈയമൈനും ബെൻസൈൽ പെൻസിലിനും കൊടുത്ത് ബെൻസാതൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി പ്രൊബൻസിഡും പെനിസിലിനും കൂടെ ട്യൂബുലാർ സെക്രീഷന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് പെനിസിലിന്റെ കൂടെ പ്രൊബൻസിഡ് കൊടുത്തു കഴിഞ്ഞാൽ പെനിസിലിൻ ബോഡിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ 4 മുതൽ 6 മണിക്കൂർ വരെ പരമാവധി നമുക്ക് അതിന്റെ ബോഡിയിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഓരോ 4 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഗീവ് ഇറ്റ് അലോങ് വിത്ത് പ്രൊബൻസിഡ്. ഓക്കെ, okay, next adverse reactions. Okay, so adverse reactionsന്റെ അകത്ത് പെൻസിലിൻ ഉപയോഗിക്കുമ്പോൾ ഇൻടോളറൻസ് ഉണ്ടാകാറുണ്ട്. ഇൻടോളറൻസ് വിച്ച് ഇൻക്ലൂഡ് അലർജിക് അല്ലെങ്കിൽ അനാഫിലാറ്റിക് റിയാക്ഷൻസ്. എന്തൊക്കെയാണ്? അലർജിക് ആൻഡ് അനാഫിലാറ്റിക് റിയാക്ഷൻസ്. അലർജി എന്ന് പറയുന്നത് പെൻസിലിൻ ഉപയോഗിക്കുമ്പോഴുള്ള മേജർ പ്രോബ്ലം ആണ്. സ്കിൻ റാഷ്, റീനൽ ഡിസ്റ്റർബൻസ്, അതേപോലെ ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. കാർഡിയോവാസ്കുലർ കൊളാപ്സ്, ബ്രോങ്കോസ്പാസം, ആൻജിയോ എഡീമ ഒക്കെ മാനിഫെസ്റ്റേഷൻസ് ആണ്. പിന്നെ ക്ലെബ്സില്ല, എയറോബാക്ടറും, കാൻഡിഡ ഒക്കെ ഉപയോഗിക്കുന്ന സമയം സൂപ്പർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, നോസിയ, വോമിറ്റിംഗ് ഉണ്ടാകാം. ഗാരിറ്റ് സെർഷൈമർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ട്. അത് പൊതുവെ സിഫിലിസ് ഉള്ള ആളുകളിൽ കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, ദെൻ സ്ട്രെപ്റ്റോകോക്കൽ, ന്യൂമോകോക്കൽ, മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻസിന് കൊടുക്കാൻ പറ്റും.
ഗൊണോറിയ സിഫിലിസിന് പെൻസിലിൻ ഉപയോഗിക്കാം. ഡിഫ്തീരിയ, ടെറ്റനസ്, ഗാൻഗ്രീന് ഉപയോഗിക്കാം. ആക്ടിനോമൈക്കോസിസ്, ആന്ത്രാക്സിന് ഉപയോഗിക്കാം. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസിന് പ്രൊഫൈലാക്സിസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ത് തന്നെയാ? നമ്മൾ പറഞ്ഞു ഓരോ 4 മണിക്കൂറും പുതിയ ഡോസ് കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഗ്യാസ്ട്രിക് ആസിഡിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ബീറ്റ ലാക്ടമേസിനോടുള്ള റെസിസ്റ്റൻസ്, നാരോ സ്പെക്ട്രം, കുറച്ചു നേരത്തെ ഷോർട്ട് ഡ്യൂറേഷൻ, പ്രോബ്ലം ഓഫ് അനാഫിലാക്സിസ്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. സെമി സിന്തറ്റിക് പെൻസിലിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയാ നാച്ചുറൽ പെൻസിലിന്റെ അകത്ത് നിന്ന് സെമി സിന്തറ്റിക്കിലേക്കും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഈ പറയുന്ന പ്രോബ്ലംസും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം എങ്ങനെയാ സെമി സിന്തറ്റിക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം. സെമി സിന്തറ്റിക് ക്യാൻ ബി prepared by using the mold of P അല്ലെങ്കിൽ പെനിസിലിയം ക്രൈസോജീനം. സോ സെമി സിന്തറ്റിക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? പി ക്രൈസോജീനത്തിന്റെ സഹായം വേണം. പി ക്രൈസോജീനം. സോ ഇനിഷ്യലി 6 APA ന്യൂക്ലിയസ് ഉണ്ടാവും. അവിടെ നിന്ന് മറ്റ് സൈഡ് ചെയിൻസ് അറ്റാച്ച് ചെയ്യുന്നു. നാച്ചുറൽ ആയിട്ടുള്ള സൈഡ് ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെമി സിന്തറ്റിക് ആയിട്ടുള്ള ന്യൂവർ പെനിസിലിൻസ് സിന്തസൈസ് ചെയ്യുന്നു. ഓക്കെ. Next one is classification of semi-synthetic penicillin. So first one is acid-resistant penicillin. Next one is penicillinase-resistant penicillin. മൂന്നാമത് broad spectrum penicillin. Okay. Acid-resistant penicillin ആണ് penicillin B. ഓക്കെ. ആസിഡ് റെസിസ്റ്റന്റ് ആണ്. ആസിഡ് റെസിസ്റ്റന്റ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കേസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആസിഡ് റെസിസ്റ്റന്റ് അല്ലെ. ഇപ്പം എന്താ പറയാ ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ പേര് പറഞ്ഞ. ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ പേര് അറിയില്ലേ? ഓർഗാനിസത്തിന്റെ പേര് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസ് ഉണ്ടെന്ന്. അവർ ആരൊക്കെയായിരുന്നു? ആസിഡ് ഫാസ്റ്റ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ലെപ്രിയ, മൈക്രോവേവിയം കോംപ്ലക്സ്, അങ്ങനെ ഒരുപാട് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആസിഡ് റെസിസ്റ്റന്റ് പെനിസിലിൻ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പെനിസിലിൻ ബി. സിമിലർ ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം ആണ് ഉള്ളത് ആസ് ബെൻസൈൽ പെനിസിലിൻ. ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം ബെൻസൈൽ പെനിസിലിന്റെ പോലെ തന്നെയാണ് gastric acid. അതിന് എന്ത് ചെയ്യില്ല? ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ഇനാക്ടിവേറ്റഡ് ബൈ ഗാസ്ട്രിക് ആസിഡ്. ഫുഡ് അബ്സോർപ്ഷൻ ഇന്റർഫിയർ ചെയ്യില്ല. പ്ലാസ്മ കോൺസെൻട്രേഷൻ ബെൻസൈൽ പെൻസിലിനേക്കാളും നമുക്ക് കിട്ടും. 280 മുതൽ 500 mg വരെ ഡോസ് കൊടുത്താൽ മതി. 4 മുതൽ 6 വരെയായിരുന്നു ബെൻസൈൽ പെൻസിലിൻ. ഇതാണെങ്കിലോ 4 മുതൽ 8 മണിക്കൂർ വരെ കിട്ടുന്നു. ഫീനോക്സി ഈഥൈൽ പെനിസിലിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടാസ്യം ഫീനോക്സി ഈഥൈൽ പെനിസിലിൻ is having the same differences. Then penicillinase resistant penicillin. Penicillinase resistant penicillin example ആണ് മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിസിലിൻ, then നാഫിസിലിൻ. അപ്പം പെൻസിലിനേസ് റെസിസ്റ്റന്റ് എക്സാമ്പിൾ മെത്തിസിലിൻ, ഓക്സാസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ ആൻഡ് നാഫിസിലിൻ. ബ്രോഡ് സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾ ആണ് ആംബിസിലിൻ, ടെലാംബിസിലിൻ, അമോക്സിലിൻ. അമോക്സിലിനും ആംബിസിലിനും ഒക്കെ ബ്രോഡാന്ന് അറിയാമല്ലോ അല്ലെ. സോ ഈ പെൻസിലിനേസ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is effective against penicillinase producing staphylococcus. അപ്പം staphylococcus penicillinase പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെത്തിസിലിൻ. മെത്തിസിലിൻ 1 gram 4 to 6 അവറിന്റെ ഇടവേളയിൽ IM ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ക്ലോക്സാസിലിൻ. ക്ലോക്സാസിലിൻ പൊട്ടന്റ് ആൻഡ് മെത്തിസിലിൻ. മെത്തിസിലിനേക്കാളും പൊട്ടന്റ് ആണ്. പക്ഷെ ഫുഡ് വിൽ ഇന്റർഫിയർ വിത്ത് ദ അബ്സോർപ്ഷൻ. ആഡിക്വേറ്റ് സെറം ലെവൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അലർജിക് റിയാക്ഷൻ ഒഴിച്ചാൽ ബാക്കിയുള്ള ഒരു സൈഡ് എഫക്റ്റും ഇതിനുള്ളതായിട്ട് കാണാറില്ല. നെക്സ്റ്റ് ഈസ് ഡൈക്ലോക്സാസിലിൻ. ഡൈക്ലോക്സാസിലിൻ is a derivative of cloxacillin, well absorbed, high concentration in plasma, highly protein bound ആണ്. പ്ലാസന്റ പ്രോസീല 0.25 to 1 gram. നെക്സ്റ്റ് ഈസ് നാഫിസിലിൻ. നാഫിസിലിൻ എന്ന് പറയുന്നത് എന്താണ്?
ബെൻസൈൽ പെൻസിലിനേക്കാളും ചെറുതായിട്ട് ഇഫക്റ്റീവ്നെസ് കുറവാണ് കേട്ടോ. ഓറൽ അബ്സോർപ്ഷൻ ആഡിക്വേറ്റ്ലി അബ്സോർബ്ഡ് ഓറലി. സോ ഹയ്യമായിട്ട് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ് നാഫീസിന് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം അമോക്സിലിൻ, ആംപിസിലിൻ ഒക്കെ ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെൻസിലിൻ ഇഫക്റ്റീവ് വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ബെൻസൈൽ പെൻസിലിന്റെ അതേ ഇഫക്റ്റീവ് ഉണ്ട്. അതേപോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയോടും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയോടും ഇഫക്റ്റീവ് ആണ്. പെനിസിലിനേസ് വരുമ്പോൾ ഇറ്റ് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ പെനിസിലിനേസ്. ആസിഡ് റെസിസ്റ്റന്റ് ആണ്, വാട്ടർ സോളിബിൾ ആണ്. ഓറൽ അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ ആംപിസിലിൻ ഇഫക്റ്റീവ് ആണ്. ബ്ലഡ് ലെവൽസ് ആർ അച്ചീവ്ഡ് ഓൺ IM ഇൻജെക്ഷൻസ്. ഗ്ലാസ് ആൻഡ് അക്രോസിയും ബെൻസൈൽ പെൻസിലിന്റെ ആക്ഷൻ പോലെ തന്നെയുണ്ട്. സ്കിൻ റാഷ്, മാക്കുലർ കാപ്പുലർ ലെഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള പെൻസിലിൻ നമുക്ക് എന്ത് വരും? ഡയറിയ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് ദ GI ട്രാക്ട്. നെക്സ്റ്റ് ഈസ് ടാലാംബിസിലിൻ. ഇറ്റ് ഈസ് എ കാർബോക്സിലിക് എസ്റ്റർ ഓഫ് ആംബിസിലിൻ. ആംബിസിലിൻ ഇൻഡസ്ട്രിയൽ വാട്ടർ റിലീസ് ചെയ്തുകൊണ്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ നോ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, ഇഫക്റ്റീവ് ഓറലി. അമോക്സാസിലിൻ എന്താണ്? ബ്രോഡർ ആന്റിബാക്ടീരിയൽ സ്പെക്ട്രം ലൈക്ക് ആംബിസിലിൻ. ഓറലി ഇഫക്റ്റീവ്, ബ്ലഡ് ലെവൽ അറ്റൈൻ ചെയ്യും, ഹൈലി പ്രോട്ടീൻ ബൗണ്ട്. ഡയറിയ ഈ ആംബിസിലിൻ ഉണ്ടാക്കും. ഓക്കെ, അറിയാലോ ആംബിസിലിൻ ഉണ്ടാക്കുമ്പോൾ GI ഡിസ്റ്റർബൻസും ഡയറിയാണ് പൊതുവെ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്. പക്ഷെ അമോക്സിലിൻ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഡയറിയ ലൈക്ക് ആംബിസിലിൻ. ഓക്കെ, ആംബിസിലിന്റെ കാർബോക്സിലിക് എസ്റ്റർ ആണ് ടാലാംബിസിലിൻ. അമോക്സിലിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്, അതേപോലെ തന്നെ ഡയറിയ ഉണ്ടാക്കില്ല. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ് എന്ന് പറയുന്നത് ESP, ആന്റി സ്യൂഡോമോണൽ പെനിസിലിൻസ്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ് എന്ന് പറയുന്നത് എന്താ? കാർബോക്സി പെൻസിലിൻസ്, യൂറിഡോ പെൻസിലിൻ, അമിനോ പെൻസിലിൻ. സോ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഉള്ള പെൻസിലിന്റെ ഇതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകും. കാർബോക്സി, യൂറിഡോ ആൻഡ് അമിനോ. They are effective against gram positive and gram positive aeroban and aerobinോട് എന്ത് ചെയ്യും? ആക്റ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇഫക്റ്റീവ് against pseudomonas infections. They are synergistic with aminoglycoside ആന്റിബയോട്ടിക്കിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. Then aminoglycosides കൊടുക്കുന്ന സമയം അവർ ഈ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ് ഉപയോഗിക്കുമ്പോൾ aminoglycosides എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ they will get inactivated. So they have to be mixed together. ഒരേ ബോട്ടിലിൽ മിക്സ് ചെയ്യണം. മനസ്സിലായോ? ഇൻ വൈവോ ആൻഡ് ഇൻ വിട്രോ നമുക്കറിയാം. സോ aminoglycosides നമ്മൾ ഒരേ ബോട്ടിലിൽ മിക്സ് ചെയ്യുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. aminoglycoside ഈ പെൻസിലിനും രണ്ടായിട്ട് വേണം അഡ്മിനിസ്റ്റർ ചെയ്യാൻ. ഇഫ് ഇറ്റ് ഈസ് മിക്സ്ഡ് ടുഗെദർ അതിലെന്ത് സംഭവിക്കാം? അത് ഇനാക്ടിവേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? aminoglycosides എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പെനിസിലിൻസും ഒരുമിച്ച് ഉപയോഗിക്കരുത്. നെക്സ്റ്റ് ഈസ് കാർബെനിസിലിൻ. കാർബെനിസിലിന്റെ പ്രത്യേകത എന്താണ്? സിമിലർ സ്പെക്ട്രം ആസ് ആംപിസിലിൻ, weaker antibacterial activity, effective against protease and pseudomonas. It is activated by penicillinase. It is activated by gastric acid. So നമ്മൾ എന്ത് ചെയ്യണം? പേരൻട്രലി മാത്രമേ കാർബെനിസിലിൻ കൊടുക്കുകയുള്ളൂ. CHF ഉള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ സോഡിയം കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിൽ എന്ത് സംഭവിക്കാം? They can produce congestive cardiac failure അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡ്യൂ ടു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അത് ടിക്കാർസിലിൻ ഉണ്ട്, അത് കാർബെനിസിലിന്റെ അനലോഗാണ്. ഓക്കെ, സ്യൂഡോമോണസിന്റെ അഗെയിൻസ്റ്റും പ്രോട്ടേസിന്റെ അഗെയിൻസ്റ്റും ആണ് കാർബെനിസിലിനും ടിക്കാർസിലിനും ആക്റ്റീവ് ആയിട്ടുള്ളത്. aminoglycosideന്റെ കൂടെ സിനോജസ്റ്റിക് ഇഫക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പെനിസിലിൻ പറയുന്ന പോലെ തന്നെ ടിക്കാർസിലിനും പെൻസിലിനും ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി വിൽ ഗെറ്റ് സെറം കോൺസെൻട്രേഷൻ ഓഫ് ടിക്കാർസിലിൻ കൂടുതലായിട്ട് കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, then piperacillin. Piperacillin is a beta lactamase. It is highly എന്താണ്? ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഈ ലാസ്റ്റ് സിലിൻ വരുന്ന ആൾക്കാരെല്ലാം കാർബെനിസിലിൻ, ടിക്കാർസിലിൻ, പിപ്പറസിലിൻ ഒക്കെ സ്യൂഡോമോണസ്, പ്രോട്ടിയസ്, ക്ലെപ്സില്ലയോടൊക്കെ വളരെ അധികം അതെന്താണ്? ഇഫക്റ്റീവ് ആണ്.
ഓക്കെ. സോ പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യും നിയോനറ്റൽ മെനിഞ്ചൈറ്റിസിലും അത് യൂസ്ഫുൾ ആവും. ദെൻ അമിഡിനോ പെൻസിലിനാണ് മെക്കിലിനം സ്യൂഡോമോണസിൽ ആക്ഷൻ ഇല്ല, പക്ഷെ പ്രോട്ടിയസിനോട് കുറച്ച് ആക്ഷൻ ഉണ്ട്. ഈ മെക്കിലിനം എന്ന് പറയുന്ന സാധനം ഈ കോളൈ സാൽമനല്ല സ്ട്രിജില്ലയോടൊക്കെ ആയിരിക്കും ആക്റ്റീവ്. ബാക്ടീരിയസിഡൽ then mequilinum is administered parenterally. It is ester pivmeculum is absorbed orally. Then penicillinase clavulanic acid ഉണ്ട്. പെനിസിലിനേസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എൻ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ പെനിസിലിനേസ് റെസിസ്റ്റന്റ് മൈക്രോ ഓർഗാനിസം. ഇവര് ബീറ്റാ ലാറ്റം റിങ്ങിൽ പോയിട്ട് എഫക്റ്റ് ആവുന്നു, അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് ഈസ് ക്ലാവുലിനിക് ആസിഡ് സ്ട്രെപ്റ്റോമൈസസ് ക്ലാവുലിഗറസ്. എന്താണ്? സ്ട്രെപ്റ്റോമൈസസ് ക്ലാവുലിഗറസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് ക്ലാവുലിനിക് ആസിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പെൻസിലിനേസും ക്ലാവുലിനിക് ആസിഡും ഒക്കെ നമുക്ക് അറിയാം. പെൻസിലിനേസ് എന്താണ്? ബീറ്റ ലാക്ടമേസ്. ആ റിങ്ങിനെ നശിപ്പിക്കാനുള്ളവനാണ് അവൻ. ഓക്കെ. സോ ഈ ക്ലാവുലിനിക് ആസിഡ് എന്ത് ചെയ്യും? ബീറ്റ ലാക്ടമേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ നമ്മുടെ പെൻസിലിനെ ബീറ്റ ലാക്ടമേസ് ഡീഗ്രേഡ് ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യിക്കുന്നു, അതിന്റെ ഇഫക്റ്റ് കൂട്ടുന്നു. മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും? അവരെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സൾബാക്ടവും നമ്മുടെ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്, ലൈക്ക് ക്ലാവുലിനിക് ആസിഡ്. ആംബിസിലിനുമായിട്ടാണ് ആംബിസിലിൻ, സൾബാക്ടം, ക്ലാവുലിനിക് ആസിഡ് ആൻഡ് അമോക്സിലിൻ ആൻഡ് ക്ലാവുലിനിക് ആസിഡ്. ഓക്കെ. ഓറൽ അബ്സോർപ്ഷൻ ഇൻകൺസിസ്റ്റന്റ് ആണ്. പേരൻട്രലി ആയിരിക്കും യൂഷ്വലി കൊടുക്കുന്നത്. 2 to 3 times മോർ പോട്ടന്റ് ആൻഡ് ക്ലാവുലിനിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടി വരും. നെക്സ്റ്റ് ടസോബാക്ടം ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. Tazobactam is combined with piperazine for better effect. Okay. So combination is not effective for Pseudomonas. Penicillins. Thank you.